ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ മുമ്പിട്ട് ഇറന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പം ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നുണ്ട്, എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞുള്ളൊരു കാർഡാണ് കേട്ടോ വരണത്. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് 2 ക്യാൻവാസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ രണ്ടിലും സെയിം പിക്ചറാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഇതിലൊരു ക്യാൻവാസിലാണ് കേട്ടോ ഞാനൊന്ന് കളർ ചെയ്തത് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു സ്റ്റാൻഡാണ് കേട്ടോ, ക്യാൻവാസ് വെക്കാനുള്ള സ്റ്റാൻഡാണ് വരുന്നത്. പിന്നെ 6 വാട്ടർ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 6 കളറുള്ള വാട്ടർ കളറാണ് വരുന്നത് കേട്ടോ. അതിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക്, ഈ 6 കളേഴ്സാണ് കേട്ടോ ഉള്ളത്. പിന്നെ ബ്രഷ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ക്രിസ്റ്റൽസാണ് കേട്ടോ നമ്മുടെ ഈ കിറ്റിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ക്യാൻവാസ് ഒന്ന് സ്റ്റാൻഡുമ്പോൾ വെച്ച് നോക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാൻവാസിൽ ഇന്ന് ഞാൻ ബണ്ണീനെയാണ് കേട്ടോ കളർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനതിൽ റെഡ് കളറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ് കളർ നമുക്ക് കുറച്ച് റെഡ് കളർ ആദ്യം നമുക്ക് എടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ബണ്ണിയുടെ ഇയറിനാണ് കേട്ടോ കളർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബണ്ണിയുടെ ഇയറിന് ഞാൻ കളർ ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് ഉള്ളിൽ ഒരു ഓവൽ ഷേപ്പ് പോലെയാണ് കേട്ടോ ഞാൻ കളർ ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഞാൻ കളർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമുക്കതിന് അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബണ്ണിയുടെ ഡ്രസ്സിനാണ് അടുത്ത് കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബണ്ണിയുടെ ഡ്രസ്സിനും ഞാൻ റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. കുറച്ചധികം റെഡ് കളർ എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കാനാണ് കേട്ടോ. അപ്പോൾ ബണ്ണിയുടെ ഡ്രസ്സിന് ഞാൻ കളർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും പോകാണ്ട് കളർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് കാണാനായിട്ടൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബണ്ണിയുടെ ഡ്രസ്സിന് ഞാൻ കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സിൻ്റെ അടിഭാഗം കാണുന്നിടത്ത് ലൈറ്റായിട്ട് റെഡ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉൾഭാഗമാണല്ലോ കാണുന്നത്. അപ്പോൾ അത് ലൈറ്റായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ബണ്ണിയുടെ പോസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ഡോട്ട് റെഡ് കളറിൽ തന്നെ കൊടുത്തിട്ട് ഒരു ലവ് പോലെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിന് നമുക്ക് കുറച്ച് റെഡ് കളർ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ പോസിന് കളർ കൊടുക്കാം കേട്ടോ. ബ്ലാക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഫുള്ള് റെഡ് തീമാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. റെഡും വൈറ്റും തീമാണ് കേട്ടോ ഞാൻ. ഇനി നമുക്ക് വേണ്ടത് മൗത്തിന് കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ മൗത്തും ലിപ്പും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെയും റെഡ് കളർ തന്നെയായിട്ട് കൊടുക്കുന്നത്. നമുക്ക് റെഡ് കളർ കൊടുക്കാം കേട്ടോ. ഇനി ബണ്ണിയുടെ കഴുത്തിലൊരു സ്കാർഫ് വരുന്നുണ്ട്. അപ്പോൾ അതിന് റെഡ് ഡോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. ഞാനൊരു ഡിസൈൻ പോലെയാണ് കൊടുക്കണത്. ഫുള്ളായിട്ട് ഞാൻ കളർ കൊടുക്കുന്നില്ല കേട്ടോ. റെഡ് ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കാണ് കേട്ടോ. കൂടുതലായിട്ട് ഞാൻ വേറെ എവിടെയും റെഡ് കളർ കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് മിനിമലായിട്ടുള്ള ഒരു കളറിങ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് ബണ്ണി ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ബാക്കിയുള്ള പിക്ചേഴ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ കളർ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഒന്ന് സ്റ്റാൻഡുമ്പോൾ വെച്ച് നോക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാൻഡാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസ് സ്റ്റാൻഡുമ്പോൾ വെച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടില്ലേ നമ്മുടെ സ്റ്റാൻഡുമ്പോൾ വെച്ചപ്പോൾ? അപ്പോൾ നിങ്ങളെല്ലാവരും കിറ്റ് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ബായ്.